ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസാണ്. എഗ്ഗ് ഫ്രൈഡ് റൈസ്. അതിനുള്ള റൈസ് ഞാനിവിടെ ബസ്മതി റൈസ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അരമണിക്കൂർ വെള്ളത്തിൽ പുറത്ത് വെച്ചതിന് ശേഷം അതിനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. റൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ തയ്യാറാക്കിയെടുക്കാം. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചക്കറിയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, ഒരു 2 ചെറിയ ഉള്ളിയാണ്. പിന്നെ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ സിംല മിർച്ചിയില്ലേ, അതിൻ്റെ 3 കളറുള്ളത്, പച്ച, മഞ്ഞ, ചുവപ്പ്. ഇത് കുറച്ചായിട്ടാണ് എടുത്തത്. പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ്, പിന്നെ കുറച്ച് കാബേജ്. പിന്നെ വേറെ ഏതെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ എടുക്കാം. ഇതുണ്ടല്ലോ നമ്മളെ ബീൻസ്, അതൊക്കെ എടുക്കാം. പക്ഷേ ബീൻസ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെയാണ് ഞാൻ എടുത്തത്. പിന്നെ അതിന് മുട്ട നമുക്ക് ആക്കിയെടുക്കണം. ഓക്കെ, ഞാൻ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചിക്കി കൊടുക്കാം. നന്നായി വരട്ടെ. റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കാം. കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പം കുറച്ച് ഹൈയിൽ വെക്കണം. ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. പിന്നെ കോണും കൂടി കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, അത് കുറച്ച് വേവില്ലത് കൊണ്ട് അത് ആദ്യം ഇട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേഗത്തിലൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് കാബേജ്, ഗ്രീൻ പീസ് എല്ലാം, സിംല മിർച്ചി ഉണ്ടല്ലോ 3 കളറിൽ, അതൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് എല്ലാം ചെയ്യേണ്ടത്. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം.
നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരിക്കൽ കൂടി മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ല രീതിയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ എഗ്ഗിൻ്റെ ഫ്രൈഡ് റൈസ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ബൈ.